ഗാന്ധിജി വിഭാവനം ചെയ്യുന്ന ഒരു ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലുള്ളത് ഗാന്ധിജിയുടെ തന്നെ ഒരു തോട്ട്സാണ്. അദ്ദേഹം ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടി തന്നതിന് ശേഷം ഭാരതീയരായ നമ്മൾ വർജിക്കേണ്ടതായ 7 തിന്മകളെക്കുറിച്ച് പറയുന്നുണ്ട്. പൊളിറ്റിക്സ് വിത്തൗട്ട് എത്തിക്സ്, വെൽത്ത് വിത്തൗട്ട് ഹാർഡ് വർക്ക്, ബിസിനസ് വിത്തൗട്ട് ഹോണസ്റ്റി. അങ്ങനെ വരുന്ന മേഖല എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു മേഖല എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പോയിന്റ് ഇതാണ്: എഡ്യൂക്കേഷൻ വിത്തൗട്ട് ക്യാരക്ടർ ഫോർമേഷൻ. എഡ്യൂക്കേഷൻ വിത്തൗട്ട് ക്യാരക്ടർ ഫോർമേഷൻ. സ്വഭാവ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കാത്ത വിദ്യാഭ്യാസം ഉപയോഗശൂന്യമാണ്. ഇറ്റ് ഈസ് എ സിൻ, അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഈവിളാണ് ഗാന്ധി വിഭാവനം ചെയ്തിരിക്കുന്നത്. എൻ്റെ കോളേജിൽ ഞാൻ പ്രിൻസിപ്പളാകുന്ന അവസരത്തിൽ എനിക്ക് ഒരുപാട് ഹാർഡിൽസ് അവിടെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കോളേജിലെ രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരമുണ്ട്. അവിടെ വിദ്യാർത്ഥി സംഘടനകളുണ്ട്, അവരുടെ സംഘടനകൾ നടക്കുന്നുണ്ട്. ആ അവസരത്തിലൊക്കെ ഞാൻ ആദ്യം ചിന്തിച്ചത്, ഇപ്പോൾ കോളേജിൽ ഞാൻ കയറി പ്രിൻസിപ്പളായ അവസരത്തിൽ അവിടെ ഒരു സ്ലോഗൻ കോളേജിൽ കോമൺ ആയിട്ട് കേൾക്കുമായിരുന്നു: പ്രസ്ഥാനത്തെ തൊട്ട് കളിച്ചാൽ കൈയും വെട്ടും കാലും വെട്ടും, വേണ്ടി വന്നാൽ തലയും വെട്ടും. ഇതാണ്. അത് 2 സംഘടനകളും, അന്ന് പ്രബലരായ 2 സംഘടനകളും കോളേജിലുണ്ട്. ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല. അവർ 2 കൂട്ടരും ശക്തമായിട്ട് വിളിച്ച് പറയുന്നുണ്ട് ഒരു സ്ലോഗനാണ്. അപ്പോൾ ഞാൻ പ്രിൻസിപ്പളായപ്പോഴേക്കും എന്നെ അത് വല്ലാണ്ട് അസ്വസ്ഥനാക്കി. അസ്വസ്ഥത മീൻസ്, ഒന്നാമത്തെ കാര്യം, നിർമ്മലഗിരി കോളേജിൻ്റെ പേട്രൺ എന്ന് പറയുന്നത്, ഫൗണ്ടർ എന്ന് പറയുന്നത്, അന്നത്തെ ഫൗണ്ടർ അഭിമന്യ വള്ളപ്പള്ളി പിതാവാണ്, സെബാസ്റ്റ്യൻ വള്ളപ്പള്ളി പിതാവ്. അദ്ദേഹം അറിയപ്പെടുന്നത് ബിഷപ്പുമാരിലെ ഗാന്ധി എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം തുടങ്ങിയ ഒരു സ്ഥാപനത്തിൽ ഈ ഒരു മുദ്രാവാക്യം മുഴങ്ങി കേൾക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം നമുക്ക് അസഹ്യമായിട്ടുള്ള കാര്യമായി മാറി. മാത്രമല്ല, സീറോ മലബാർ സഭയുടെ മലബാറിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ കേന്ദ്രവും. ഇവിടെ ഈ ഒരു മുദ്രാവാക്യം മുഴങ്ങി കേൾക്കുക എന്നുള്ളത് നമുക്ക് വളരെ വളരെ വിഷമമുള്ളൊരു കാര്യമായി മാറി. അപ്പോൾ എൻ്റെ മുമ്പിലുള്ളൊരു പ്രിൻസിപ്പളായ ശേഷം എൻ്റെ മുമ്പിലുള്ളൊരു ആദ്യത്തെ ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു മുദ്രാവാക്യം കോളേജിൽ നിന്ന് ഒഴിവാക്കുകയും കോളേജിലേക്കൊരു ശാന്തിയുടെ, സമാധാനത്തിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിച്ചു. അപ്പോൾ ഞാൻ നോക്കുമ്പോഴേക്കും, മാത്രമല്ല സംഘടനത്തിലൂടെ മിക്കവാറും ആഴ്ച 2-3 ദിവസങ്ങൾ വരെ വിദ്യാസംഘടനത്തിലൂടെ ക്ലാസ് നഷ്ടപ്പെടുന്നുണ്ട്. ക്യാമ്പസിൽ ചുടുചോര വീഴുന്നുണ്ട് പിള്ളേരുടെ. ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. ആ അവസരത്തിൽ ഞാൻ പല വിധത്തിൽ ആലോചിച്ച് കഴിയപ്പോഴാണ് നമ്മുടെ കണ്ണൂരിൽ പ്രവർത്തിക്കുന്ന ഒരു ഗാന്ധിയൻ പീസ് ഫൗണ്ടേഷൻ ഉണ്ട്. പീപ്പിൾസ് മൂവ്മെൻറ്റ് ഫോർ പീസ് എന്ന സംഘടന പേരിലാണ് അവർ അറിയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ചെയർമാൻ ഒരു ഫാദർ സ്കറിയ കല്ലൂരാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആശയമായിരുന്നു എല്ലാ ക്യാമ്പസുകളിലും ഒരു ഗാന്ധിയൻ പീസ് ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഞാനത് അദ്ദേഹത്തോട് പറഞ്ഞു, നമുക്ക് നമ്മുടെ നിർമ്മലഗിരി കോളേജിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്തുകൂടാ. അങ്ങനെ ആ ഒരു ആശയത്തിൽ ഞാൻ അദ്ദേഹത്തെ കോളേജിലേക്ക് വിളിച്ചു വരുത്തി. അപ്പോൾ ഞങ്ങളത് പലതും പ്ലാൻ ചെയ്തു. ഒരു സുപ്രഭാതത്തിൽ ഞങ്ങൾ കോളേജിൽ ഈ ഗാന്ധി പീസ് ക്ലബിൻ്റെ ഉദ്ഘാടനം നടത്തുകയാണ്. അത് നടത്തിയത് ഇങ്ങനെയാണ്: രാവിലെ അച്ഛൻ കോളേജിൽ വന്നു, പിള്ളേരെല്ലാവരും ഓഡിറ്റോറിയത്തിലേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞു. നിലവിളക്കിൽ 5 തിരി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ തിരി അദ്ദേഹം കത്തിച്ചു, രണ്ടാമത്തെ തിരി ഞാൻ കത്തിച്ചു, മൂന്നാമത്തെ തിരി ഞങ്ങളുടെ വൈസ് പ്രിൻസിപ്പാൾ ജോബി അച്ഛനും കൂടുതൽ അച്ഛൻ കൊണ്ട് കത്തിപ്പിച്ചു. പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊന്നും തന്നെ പറയാൻ പറ്റും. കുട്ടികൾ ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് തന്നെ KSUവിൻ്റെ നേതാവ് അവിടുത്തെ പ്രസിഡൻ്റാണ്, SFI സംഘടനയുടെ നേതാവ് അവിടുത്തെ സെക്രട്ടറിയാണ്. ഈ 2 വിദ്യാർത്ഥികളോട് പെട്ടെന്ന് സ്റ്റേജിലേക്ക് കടന്നു വരാൻ പറഞ്ഞു. അങ്ങനെ അവർ 2 പേരും, പ്രസിഡൻറ്റും സെക്രട്ടറി, സ്റ്റേജിലേക്ക് കടന്നു വന്നു. ഈ 2 പേരെ കൊണ്ട് ഈ 4ാമത്തെ 5ാമത്തെ തിരിയും കത്തിച്ചു. സത്യപ്രതിജ്ഞ എൻ്റെ പോക്കറ്റിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ പിള്ളേരെ കൊണ്ടൊരു ഓത്തായിട്ട് അങ്ങ് അടിപ്പിച്ച് പിള്ളേരെ കൊണ്ട്, ഈ മുദ്രാവാക്യം നമ്മുടെ ക്യാമ്പസിൽ മുഴങ്ങാൻ പാടില്ല. ഗാന്ധിയൻ പീസ് ക്ലബിനകത്ത് രാഷ്ട്രീയമില്ല, എല്ലാവർക്കും അതിൽ പ്രവർത്തിക്കാം. അതിൽ KSU SFI വേറെ ഒന്നും വ്യത്യാസമില്ല, അല്ലാതെ പ്രവർത്തിക്കാം. അത് പ്രവർത്തിക്കുന്ന സമാധാനത്തിന് വേണ്ടി ആയിരിക്കണം. അപ്പോൾ അതിനകത്ത് വേറൊരു വശമായിട്ടുള്ളത്, ഈ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘടന നടത്തുന്നതിൻ്റെ ഒരു മുഖ്യ അതിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ഇലക്ഷന് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇലക്ഷൻ ഈ തമ്മിൽ അടിവുണ്ടാക്കിയിട്ട് അതിലൊന്ന് ആ ഷൈനഞ്ച് തുറക്കാൻ കൂടുതൽ വോട്ട് ചെയ്യുക. കോളേജിലൊരു 85% 90% പെൺകുട്ടികളുമാണ്. അപ്പോൾ ഇവർ മുമ്പിൽ ഷൈൻ ചെയ്യാന്നുള്ള കൂടി അതിനകത്തൊരു സൈക്കോളജി ഉണ്ട്. ഞാൻ അവിടെ അനൗൺസ് ചെയ്തു, ഇനി സംഘടന ഉണ്ടാക്കുന്നവർക്ക് ആരും വോട്ട് ചെയ്യാൻ പാടില്ല. കുട്ടികളത് കൈയടിച്ചങ്ങ് സ്വീകരിച്ചു. ഇതുവരെ പ്രതീക്ഷിച്ചില്ല. സത്യം പറഞ്ഞാൽ ഒരു ഭയങ്കര അത്ഭുതം തന്നെ സംഭവിച്ചു. നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ് ഒരു ഭയങ്കര ചേഞ്ച് കോളേജ് വന്നു തുടങ്ങി. അടി ഉണ്ടാക്കാതിരിക്കാനായി ഇവർ തമ്മിൽ മത്സരം. പിന്നെ ആ ദൈവത്തിൻ്റെ പ്ലാൻ പോലെയാണ് കാര്യം പിന്നെ നീങ്ങിയത്. പിന്നെ നടന്ന അത്ഭുതങ്ങളാണ് കോളേജ് നടക്കുന്നത്. ആ ആഴ്ചയിൽ ഒരു വലിയ സംഭവം, നമ്മുടെ ഡൽഹിയിൽ നിന്നുള്ള ഗാന്ധിയൻ പീസ് ഫൗണ്ടേഷൻ ഡോക്ടർ രാധാകൃഷ്ണൻ സാറെ എനിക്ക് പരിചയപ്പെടുത്തുന്ന മസാല എനിക്ക് പരിചയപ്പെടുത്തരുന്ന കോളേജ് കൊണ്ടിരുന്ന കുറവൊന്നുമില്ലേ? ഓക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡൽഹിയിൽ നിന്ന് ഒരു സർക്കുലർ വന്നു കോളേജുകളെല്ലാം തന്നെ. ആ സർക്കുലറിൽ ആവശ്യപ്പെട്ടിരുന്നതാണ് കോളേജ് ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികൾ തന്നെ ആയിട്ടൊരു ഡോക്യുമെൻ്ററി ഫിലിം പ്രൊഡ്യൂസ് ചെയ്യുക. ഗാന്ധിജി ഇന്ന് ക്യാമ്പസിൽ വന്നാൽ
എന്തായിരിക്കും, എങ്ങനെയായിരിക്കും ക്യാമ്പസിനെ കണ്ടുമുട്ടുക. അതിൻ്റെ സ്റ്റോറി എഴുതേണ്ടതും അത് സ്ക്രീൻ പ്ലേ എല്ലാം എഴുതേണ്ടതും റെക്കോർഡ് ചെയ്യേണ്ടതും ഷൂട്ട് ചെയ്യേണ്ടതും ഡയറക്റ്റ് ചെയ്യേണ്ടതും എല്ലാ സ്റ്റുഡൻസ് തന്നെ ആയിരിക്കണം. പീസ് ക്ലബ്ബുകാർ വിളിച്ചു കൂട്ടി നമ്മുടെ ക്യാമ്പസിൽ നമ്മൾ ഓർഗാനിക് ഫാമിംഗ് നടത്തുന്നതൊക്കെ ഒരു ചെറിയ തീം ഉണ്ടാക്കി കൊടുത്തു. ഓർഗാനിക് ഫാമിംഗ് ഉണ്ടാക്കുന്നു, അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഉൽപ്പന്നങ്ങൾ വരുന്നു, നമ്മളെ മാർക്കറ്റ് ചെയ്യുന്നു. ക്യാമ്പസ് ഒരു ഗാന്ധി കൊണ്ട് വിഭാവനം ചെയ്ത പോലെ സമ്പുഷ്ടമായിട്ടുള്ള ഗ്രാമങ്ങളിലാണ് ഭാരതത്തിൻ്റെ ആത്മാകുടികൾ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ക്യാമ്പസ് ഒരു സെൽഫ് കണ്ടെയ്ൻഡ് ഒരു ക്യാമ്പസ് ആക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അവരൊരു സ്റ്റോറിയൊക്കെ ഉണ്ടാക്കി. നെക്സ്റ്റ് വീക്ക് ഓൺവേഴ്സ് കാണുന്ന കാര്യം റിഹേഴ്സൽ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അത് വന്നൊരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീപ്പൊരി നേതാവ് അതിൻ്റെ നായികയായി മാറി, മറ്റേ സംഘടനയുടെ നേതാവ് അതിൻ്റെ നായകനായി മാറി, ബാക്കി എല്ലാവരും ചേർന്നൊരു ഒരു മാസം കൊണ്ട് ക്യാമ്പസിൽ ഈ രാഷ്ട്രീയം എല്ലാം മാറി. KSU ഇല്ല, SFI അവരാരുമില്ല. ഇവിടെ പീസ് ക്ലബ്ബ് മാത്രമേ ഉള്ളൂ. പീസ് ക്ലബ്ബിൽ ഇവർ എല്ലാവരും ഇൻവോൾവ് ആകുകയാണ്. അങ്ങനെ ഞങ്ങളിത് ഒരു 1-2 ആഴ്ച കൊണ്ട് ഇതിൻ്റെ ഫൈനലൈസ് ചെയ്തു, ഷൂട്ട് ചെയ്തു. അതിൻ്റെ അന്ന് CD ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് അയച്ചു. ഇന്ന് ദൈവത്തിൻ്റെ പദ്ധതി പോലെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു. ഓൾ ഇന്ത്യ ലെവലിൽ നിർമ്മലഗിരി കോളേജിന് 2ാം സ്ഥാനം കിട്ടി. വിദ്യാർത്ഥികളുടെ ഈ നന്മ എനിക്ക് മനസ്സിലായി, നമുക്ക് മനസ്സിലായി അവരുടെ നന്മയുണ്ട്. അടി കൂടുന്നതും വെള്ളം വെക്കുന്നതെല്ലാം തന്നെ അവരാരും ഉപയോഗപ്പെടുത്താത്തതുകൊണ്ടാണ്. ഞാൻ എന്ത് ചെയ്താൽ കംപ്ലീറ്റ് അവർക്ക് വേണ്ടിയിട്ട് എല്ലാ ആക്ടിവിറ്റീസ് അങ്ങോട്ട് കൊടുത്തു. തലശ്ശേരിയിലും കണ്ണൂരും മലബാർ കെയർ സെൻ്ററിലുള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനുള്ള സംവിധാനം ഇറങ്ങി ചെയ്തു. ഇപ്പോൾ എല്ലാ മാസവും അവർ വണ്ടി കൊണ്ട് വരുന്നു. കുട്ടികൾ ക്യൂ നിൽക്കുകയാണ് ഇവിടെ ബ്ലഡ് കൊടുക്കാൻ പറ്റും. 100 പേര് എടുക്കാൻ പറ്റുമെങ്കിൽ 100-150 പേര് ക്യൂ നിൽക്കുകയാണ്. അങ്ങനെ പല ആക്ടിവിറ്റീസ്. അങ്ങനെ ഇരിക്കുന്ന ഒരു അവസരത്തിൽ ഒരു ദിവസം ഒരു ഫോൺ കോൾ വന്നു. അവിടെ പഠിച്ചു പോയൊരു പൂർവ്വ വിദ്യാർത്ഥിയാണ് എന്നെ വിളിക്കുന്നത്. ഒരു കുട്ടി ഇപ്പോൾ കോളേജിൽ വരുന്നില്ല, 2ാം വർഷം ഫിസിക്സ് BSc പഠിക്കുന്ന കുട്ടിയാണ് അവൾ വരാത്ത കാരണം സാർ അന്വേഷിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ മോനെ എനിക്കിപ്പം ഡിപ്പാർട്ട്മെൻറ്റാണ്, എനിക്ക് എല്ലാവരും അന്വേഷിക്കുമായിരുന്നു, ഇതിനെ എൻ്റെ ശ്രദ്ധപ്പെട്ടിട്ടില്ലാന്ന് പറഞ്ഞു. അപ്പം അവൻ എനിക്ക് നമ്പർ തന്ന് ഞാൻ ആ കുട്ടിയെ വിളിച്ചു. സത്യം വേറൊന്നുമല്ല, കുട്ടി ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ അഡ്മിറ്റാണ്. അവിടെ 2 കിഡ്നിയും ഫെയിലറായിട്ട് ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുക. ഡോക്ടർമാർ നോക്കിയിട്ട് അമ്മയുടെ കിഡ്നി മാച്ച് ചെയ്യുന്നുണ്ട്, ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്ത് മാത്രമേ മാറുകയുള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇത് എൻ്റെ മുമ്പിൽ വന്ന ഈ കാര്യം. അപ്പോൾ അവർ അന്നത്തെ കാലഘട്ടത്തിൽ 10-15 വർഷം മുമ്പാണ്. അന്ന് കിഡ്നി മാറ്റി വെക്കുന്ന ഏതാണ്ട് 9 ലക്ഷം രൂപയോളം ചിലവുണ്ട്. അത് ഇവർക്ക് ചെയ്യാൻ ഒരു സാമ്പത്തികം ഒന്നുമില്ലാത്ത ആൾക്കാർ. അപ്പന് കൂലിവേലയാണ്, അമ്മയ്ക്ക് ജോലിയൊന്നുമില്ല, 2 പെൺകുട്ടികളാണ്, ചെറിയ വീട്ടിലാണ് താമസിക്കുന്നത്. പിന്നെ ഞങ്ങളിതൊരു ചലഞ്ചായിട്ട് ഞാനിത് വന്ന് ഞങ്ങളുടെ ഗാന്ധി പീസ് ക്ലബ്ബിൽ അവതരിപ്പിക്കുകയാണ്. അത്ഭുതം എന്ന് പറഞ്ഞാൽ സംഭവിക്കുന്നത് അവിടെയാണ്. ക്യാമ്പസുകളൊക്കെ ഉണ്ടാകുന്ന അത്ഭുതം കാണുന്ന അവിടെയാണ് കണ്ടത്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്കൊരു പണി, ഞാൻ 2 ആഴ്ച സമയം തരാം, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോയി കളക്ട് ചെയ്യാം. ഇതൊന്നുമില്ല, കൂപ്പൺ പരിപാടിയൊന്നുമില്ല. കാര്യം ഇതാണ് പറയുക, നിങ്ങളുടെ വീട്ടിലേക്ക് നമ്മൾ കോളേജിന് വേണ്ടിയിട്ടൊന്നും അല്ല, ഇതാണ് സംഭവം. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. ഒന്നെങ്കിൽ നമുക്ക് 2 വിധത്തിൽ പ്രതികരിക്കുക ഈ പ്രശ്നത്തിനോട്. ഒന്നെങ്കിൽ നമ്മുടെ ആ കുട്ടി, അവളുടെ പേര് ഞാൻ പറയുന്നില്ല, ആ കുട്ടിയെ വേണമെങ്കിൽ മരണത്തിന് വിട്ടു കൊടുക്കാം, നമുക്കെല്ലാം കൈയിട്ട് നോക്കി നിൽക്കാം. അതല്ലെങ്കിൽ അവൾക്ക് നമ്മൾ കിഡ്നി മാറ്റി വെച്ച് അവൾ സുഖപ്പെട്ട് വരികയാണെങ്കിൽ അടുത്ത വർഷം വീണ്ടും നമ്മൾ ഈ കോളേജിൽ അഡ്മിഷൻ കൊടുത്ത് അവൾ കോളേജിൽ പഠിക്കാൻ പറ്റുന്ന അവസരം നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നവൾ. കുട്ടികൾ ഭയങ്കര താല്പര്യത്തിൽ ഏറ്റെടുത്തു. അവർ 2 ആഴ്ച കൊണ്ട് വിശ്വസിക്കുകയില്ല, പറഞ്ഞാൽ 8,60,000 രൂപ ആ കുട്ടി കളക്ട് ചെയ്ത് കൊണ്ടുവന്നു. ബാക്കി ഞങ്ങൾ അധ്യാപകരിൽ നിന്ന് കളക്ട് ചെയ്തെല്ലാം ചേർത്ത് 10 ലക്ഷം രൂപയാക്കി ഞങ്ങൾ 9 ലക്ഷം രൂപ കൊണ്ട് കെട്ടിവെച്ച് അവിടെ കുട്ടികൾ അവളുടെ ബാങ്കിൽ 1 ലക്ഷം രൂപ ഇട്ട് കൊടുത്തു. കുട്ടിയുടെ ട്രാൻസ്പ്ലാന്റേഷൻ ഭംഗിയായിട്ട് നടന്നു. ഇത് കിഡ്നി മാറ്റി വെച്ചു. അവൾ 3 മാസം റെസ്റ്റ് എടുത്തിട്ട് 4ാം മാസം വീണ്ടും കോളേജ് പഠിക്കാൻ വേണ്ടി വന്നു. ഇതെല്ലാം ഈ ഒരു ഗാന്ധി ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ. വീണ്ടും അത് കഴിഞ്ഞാൽ അവിടെ അടുത്തൊരു പ്രോഗ്രാം, ഞങ്ങൾ യൂബിലി ഇയർ ആയിരുന്നു നിർമ്മതി കോളേജിൻ്റെ. അപ്പോൾ അവിടെ ഞങ്ങളൊരു പ്ലാൻ ചെയ്തു. ഞങ്ങളൊരു ഏതെങ്കിലും ഒരു വീടില്ലാത്തൊരു വ്യക്തിക്ക് ഒരു വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തു. അപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ മങ്ങാട്ടം പഞ്ചായത്ത് അന്വേഷിച്ചപ്പോഴേക്കും അവിടെ ഒരു സ്ത്രീ, ഒരു ഭാര്യ, ഭർത്താവ് മരിച്ചു പോയതാണ്. അവരുണ്ട്, അവരെ അനിയത്തിയുണ്ട്, രണ്ടുപേർക്ക് ജോലിയൊന്നുമില്ല, അവർ വളരെ ഇതിൽ ജീവിക്കുന്നത്. ഇയാൾ അവരെ സെലക്ട് ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് അവരുടെ ഞങ്ങളെ നോമിനേറ്റ് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് ഞങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞ നല്ലൊരു വീട് വെക്കാൻ പ്ലാൻ ചെയ്തു. അതിനിപ്പോൾ ഞാൻ അന്നത്തെ കാലത്ത് എസ്റ്റിമേറ്റ് ഇട്ടപ്പോഴൊരു 6 ലക്ഷം രൂപയോളം വേണ്ടി വന്നു. ഇത് ഞാനിപ്പോൾ ഒരു കംപ്ലീറ്റ് ഞാൻ എൻ്റെ പീസ് ക്ലബ്ബ് വിദ്യാർത്ഥികളെ അംഗീകരിച്ചു. ഗാന്ധി പീസ് ക്ലബ്ബിൻ്റെ പ്രവർത്തനം പറഞ്ഞാൽ ഒരു വലിയ കോളേജ്, ഞാൻ കേരളത്തിൽ മുഴുവൻ ഒരു മോഡലാവുന്ന വിധത്തിലൊരു പ്രവർത്തനം അവരാണ് നടക്കുന്നത്. അവർ ഏറ്റെടുത്തു. ഞാനൊരു ദിവസം ആ വർഷം നവംബർ 2, ഇപ്പോൾ നവംബർ 1 നമ്മുടെ കേരളപ്പിറവി ദിനമാണ്. അന്ന് കേരളത്തിൽ ഞാൻ കോളേജിന് അവധി കൊടുത്തിട്ട് ഈ കുട്ടികളെ ഞാൻ ഈ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ എല്ലായിടത്തേക്കും ഇവർ 20 പേരെ ഗ്രൂപ്പ് പൊക്കളാൻ പറഞ്ഞു. വൈകുന്നേരം ആകുമ്പോഴേക്ക് തിരിച്ചു വരികയാണ് ഇവർ കളക്ട് ചെയ്തെല്ലാം കൊണ്ടുവന്ന് നോക്കുമ്പോഴേക്കും ആൾ 10-ൻ്റെ 20-ൻ്റെ കെട്ടിനോട്ട്. ഞാനിപ്പോൾ അവരൊരു കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു വലിയ അനുഭവമായിരിക്കും. നിങ്ങൾ ചെന്ന് ചോദിക്കുമ്പോൾ ചിലർ നിങ്ങൾക്ക് നിങ്ങളെ സഹായിക്കും, ചിലർ നിങ്ങളെ ആട്ടി ഓടിക്കും, ചിലർ നിങ്ങളെ വഴക്ക് പറയും, സഹായിക്കും. ഇതെല്ലാം ജീവിതത്തിൽ അനുഭവമായിട്ട് എടുക്കുക. കാരണം ഞാൻ ഉദാഹരണം പറഞ്ഞെടുത്ത് മദർ തെരേസ പണ്ട് കൽക്കട്ടയിൽ പോയിട്ട് ആദ്യം പൈസ വെച്ചപ്പോഴേക്കും ആ കയ്യിലേക്ക് തുപ്പ ചെയ്ത് അത് പിൻവലിച്ചിട്ട് അമ്മ പറഞ്ഞു എനിക്കുള്ളത് തന്നു, ഇനി എൻ്റെ മക്കൾക്കുള്ളത് തരാൻ വേണ്ടി പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ്റെ ഹൃദയം തകർന്നു പോയി.
ആ മനുഷ്യനാണ് പിന്നെ കോടികൾ കൊടുത്ത് അമ്മയെ സഹായിച്ചത്. ഈ ഉദാഹരണം ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ മക്കളെ പറഞ്ഞു വിട്ടത്. ഇത് ഒരു ദിവസം കൊണ്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല. അവിടുത്തെ എമൗണ്ട് 5 ലക്ഷത്തിനടുത്ത് എമൗണ്ട് ഉണ്ട്. അത് ഞങ്ങളെല്ലാം കളക്ട് ചെയ്ത് വെച്ച് ഞങ്ങൾ അധ്യാപകരെല്ലാം പിരിച്ചു. അത് 6 ലക്ഷമാക്കി സുന്ദരമായിട്ടൊരു വീട് ഞാൻ വെച്ചു കൊടുക്കും. ഇതെല്ലാം ഞാൻ പറഞ്ഞത് ഞാൻ നേരത്തെ നമ്മുടെ ഒരു മീറ്റിങ്ങിൽ സൂചിപ്പിച്ച മാതിരി ഗാന്ധിസത്തിൻ്റെ പ്രസക്തി ഇന്നും പോയിട്ടില്ല. അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ചൈതന്യം നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. നമ്മുടെ കുട്ടികളാണെങ്കിലും സമൂഹത്തിൽ ആരെങ്കിലുള്ള മനസ്സിലേക്ക് വേണ്ട വിധത്തിൽ ഉൾക്കൊള്ളുകയാണെങ്കിൽ അതിന് ഭയങ്കരമായിട്ട് അത്ഭുതം പ്രവർത്തിക്കാൻ സാധിക്കും. നമ്മുടെ ക്യാമ്പസുകളിൽ ഇപ്പോഴും ക്യാമ്പസുകളിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേക്കും എല്ലാവരും കുട്ടികളെ കുറ്റം പറയാറുണ്ട്. ഞാൻ ഒരിക്കലും കുട്ടികളെ കുറ്റം പറയുകയില്ല. ഞാൻ എപ്പോഴും പറയുന്നത് അവർക്ക് വേണ്ട വിധത്തിൽ അവരെ ഗൈഡ് ചെയ്യാൻ ആളില്ലെന്നാണ് നമ്മുടെ ക്യാമ്പസിലെ ഏറ്റവും വലിയ പ്രശ്നം. പ്രോപ്പറായിട്ട് അവരെ ഗൈഡ് ചെയ്യുകയും അവരിലുള്ള ആ നന്മ ഉപയോഗപ്പെടുത്താനായിട്ട്, ആ പൊട്ടൻഷ്യൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി നമ്മൾ തയ്യാറാകുകയാണെങ്കിൽ, അധ്യാപകർ തയ്യാറാകുകയാണെങ്കിൽ പ്രത്യേകിച്ച് വി ക്യാൻ മേക്ക് വണ്ടേഴ്സ് ഇൻ അവർ ക്യാമ്പസ്. കണ്ടത്തി മാസ്റ്റർ സാറും തൈത്തോട്ടത്തെ അച്ഛനും എല്ലാം ചേർന്നിട്ട് ഒരു തോമസ് തൈത്തോട്ടത്തിൻ്റെ പേരിലൊരു എൻഡോമെൻ്റ് പ്രസംഗ മത്സരം കോളേജിലുണ്ടായിരുന്നു. അത് നടത്താൻ വേണ്ടി കോളേജിൽ വന്ന് എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ നടത്തിയപ്പോൾ എല്ലാ വർഷത്തിലും ഇവരിങ്ങനെ കോളേജിൽ വരും. അപ്പോൾ വരുമ്പം ഒരു 1-2 ആഴ്ചകൾ ഇവർ കോളേജിലേക്ക് വരുമ്പോഴേക്കും എനിക്കൊരു വലിയ അനുഭവം ഉണ്ടായി. തൈത്തോട്ടത്തെ കൂട്ടിക്കൊണ്ട് വരുന്നത് പ്രഗത്ഭരായ ഗാന്ധിയന്മാരെയാണ്. ഒന്നാമത്തെ ആളാണ് കണ്ടത്തി മാസ്റ്റർ സാറ്. ഞാനെന്ത് ചെയ്തു, കോളേജിൽ കുട്ടികളുടെ ബാച്ചുകളായിട്ട് ഇവർ മുമ്പിലേക്ക് പ്രസൻറ്റ് ചെയ്ത് കൊടുത്തു. പ്രസംഗ മത്സരം കഴിയുമ്പോഴേക്കും ഒരു ക്ലാസ് പോലെ, ഒരു സെമിനാർ പോലെയാണ്. അച്ഛൻ്റെയും ഇവരെല്ലാം കുട്ടികൾ അഡ്രസ്സ് ചെയ്യും. അപ്പോൾ കുട്ടികൾ ഇന്നലെ ഇതൊക്കെ മനസ്സിലാക്കുന്നത് ഇങ്ങനെ മനുഷ്യരൊക്കെ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ളത്. അങ്ങനെ പക്ക ഗാന്ധിയന്മാരായ വ്യക്തികളായിട്ടൊരു ഇൻട്രാക്ഷൻ കുട്ടികൾക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റി. എൻ്റെ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഞാനൊക്കെ കണ്ടത്തി മാസ്റ്റർ ഇന്നിപ്പം നവോദയയിലേക്ക് എത്തി നിൽക്കുന്ന ആളാണ്. നമുക്കറിയാം 90 വയസ്സ് പൂർത്തിയാക്കി. ഞാനൊക്കെ കൊച്ചായിരിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ ഞാൻ കാണുന്ന ഈ ഗാന്ധിയൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഞാൻ കേട്ടിരിക്കുന്നത് തന്നെ കേൾക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്ന രൂപം കണ്ടത്തി മാസ്റ്റർ സാറിനെയാണ്. ഞങ്ങളൊക്കെ ചെറുപ്പകാലങ്ങളിൽ ഞങ്ങളൊക്കെ സ്കൂളിൽ പോകുന്ന കാലത്തിൽ ഗാന്ധിയൻ എന്നുള്ള വാക്ക്, അതുപോലെ അല്ലെങ്കിൽ എന്താണ് അൽമായ ശ്രേഷ്ഠൻ എന്നുള്ള വാക്ക്, ഇതൊക്കെ ഞാൻ കണ്ടിട്ടുള്ള എല്ലാം ഗാന്ധി സാറിലാണ്. ആ കറ തീർന്നിട്ടുള്ള ഒരു ഗാന്ധിയൻ ജീവിതത്തിൻ്റെ ശൈലി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടത്തി മാസ്റ്റർ സാർ. ഞങ്ങൾക്ക് തലമുറയ്ക്കും, ഞങ്ങളും ഏജിലായി കഴിഞ്ഞു, വരും തലമുറകൾ, ഞങ്ങളുടെ തലമുറയ്ക്കും വരും തലമുറകൾക്കെല്ലാം പൂർണ്ണമായിട്ടൊരു മാർഗദർശനമായിട്ടുള്ളൊരു മോഡലായിട്ടുള്ളൊരു ജീവിതശൈലിയുടെ ഉടമസ്ഥയാണ് ബഹുമാനപ്പെട്ട കണ്ടത്തി മാസ്റ്റർ സാർ.